പിങ്കി പോയ സമയത്താണ് നമ്മുടെ വല്യമ്മയാണെങ്കിൽ ഡിപ്രഷനുള്ള ഗുളികയൊക്കെ ഓവർഡോസ് ആയിട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങിയാണ്. ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ മോഹിനി വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഏട്ടത്തി ഈ ഒരു ഇങ്ങനെ ഈ ഗുളിക ഇങ്ങനെ വലിച്ചു വാരി കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വല്യമ്മ പറയുന്നുണ്ട്, ഞാനിനി എന്തിനാ മോഹിനി ജീവിച്ചിരിക്കുന്നത്, ഈ വീടിന്റെ മഹാലക്ഷ്മി ആയിട്ട് ഇറങ്ങിപ്പോയെന്ന് നമ്മുടെ വല്യമ്മ പറയുകയാണ്. ഈ ഒരു സമയത്ത് മോഹിനിയോടായിട്ട് എന്നിട്ട് വല്യമ്മ പറയുകയാണ്, നിനക്കറിയാലോ ഞാൻ എന്തിനാ അവളെ ഇവിടെ മഹാലക്ഷ്മി ആയിട്ട് വെച്ചിരിക്കുന്നത്, നിനക്കറിയാലോ അവളുടെ അച്ഛന്റെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ്. ആ ഒരു സ്വത്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ, അതിന് ഒരേ ഒരു അവകാശം അവള് മാത്രമാണ്, അത് കണ്ടിട്ട് മാത്രമാണ് ഞാൻ അവളെ ഇവിടെ തല കയറ്റി വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളെ മോഹിനി പറയുന്നുണ്ട്, മഹേശ്വരേട്ടന്റെയും ജഗന്നാഥേട്ടന്റെ ഉദ്ദേശം അത് തന്നെയല്ലേന്ന് പറയുകയാണ്. ആ മഹാഭാഗ്യമാണ് ആ വലിഞ്ഞേറി വന്നവള് തട്ടിത്തെറിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞ് കോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ വല്യമ്മ. അതിനുശേഷം മോഹിനി വല്യമ്മയ്ക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കണക്കിന് പിങ്കി ഇപ്പോൾ ഇറങ്ങിപ്പോയത് നന്നായി എടുത്തി എന്ന് പറയുകയാണ്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ അവൾ പോയിരിക്കുന്നത് അവളുടെ വീട്ടിലോട്ടാണ്, അവൾ എന്തിനാണ് ഇറങ്ങിപ്പോയെന്ന് ചോദിക്കും. അപ്പോൾ കാരണം പറഞ്ഞതിന് ശേഷം പ്രൊഫസർ എന്താണേലും പത്തി വിടർത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരും. ഈ ഒരു കാരണം പറഞ്ഞ് നമുക്ക് നന്നായി നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തത്തില്ലെന്ന് പറയുന്നത്. അത് കേട്ട് വല്യമ്മയ്ക്ക് വലിയ സന്തോഷമാകുകയാണ്. ശരിയാണല്ലോ, ഞാൻ അത്രയ്ക്കും ചിന്തിച്ചില്ലല്ലോ, ഇനി നമുക്ക് അവളെ അതായത് നന്ദയെ നമുക്ക് നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന് മോഹിനിയോടായിട്ട് പറയുമായിരുന്നു വല്യമ്മ. അങ്ങനെ പ്രശ്നം ഒഴിവാണെങ്കിൽ അളകനന്ദയോട് നമുക്ക് പോയി പറയാം, പിങ്കി മോളോട് മാപ്പ് പറഞ്ഞ് അവളെ തിരിച്ച് ഇന്ത്യ വരത്തിലോട്ട് കൊണ്ടുവരേണ്ട ചുമതല നന്ദയുടെ എന്ന് പറയുകയാണ് വല്യമ്മ. ഉടൻ തന്നെ ഈ ഒരു കാര്യം നന്ദയോടായിട്ടും പറയുകയാണ്. ഈ സമയം നമ്മുടെ പിങ്കിയുടെ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. പിങ്കി വന്നത് കണ്ടതുകൊണ്ട് തന്നെ പിങ്കിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, പ്രൊഫസർ ചോദിക്കുന്നത്, മോളെന്താ തനിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. മോളെന്താ അവിടെ വഴക്കുവരം ഉണ്ടാക്കിയിട്ടാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ പിങ്കി പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ ചോദിച്ചത് തെറ്റാണ്, എന്നോട് വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നതെന്ന് പറയുന്നത്. അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരാ വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, വേറെ ആരുമല്ല, ഗൗതം വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു വലിഞ്ഞേറി വന്നവള് അളകുന്നത് അവള് തന്നെയെന്ന് പറയണേ. അപ്പോൾ ഒരു കാരണമില്ലാതെ ആരെങ്കിലും വെറുതെ വഴക്കിൽ വരുമോ, മോളുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ പിങ്കിയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ അവളെ വെറുതെ ചോദ്യം ചെയ്യുന്നത്, അവളാൻ്റെ ഒരു തെറ്റുകാരി, അവിടുത്തെ കുടുംബക്കാരുടെ, നിങ്ങൾ ചുമ്മാ എൻ്റെ മോളുടെ മേത്തോട്ട് കയറാതെന്ന് പറയുകയാണ്. അതും പറഞ്ഞ് നമ്മുടെ പിങ്കിയുടെ അമ്മയാണെങ്കിൽ പറയണം, ഞാൻ അവരുടെ വീട്ടിലോട്ടൊന്ന് വിളിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയണം. അപ്പം പിങ്കിയുടെ അച്ഛൻ പറയുന്നുണ്ട്, വനജൻ നീ വിളിക്കാൻ നിൽക്കേണ്ട, അവളെ 2 ദിവസം ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പൊക്കോളെന്ന് പറയുമ്പോൾ നമ്മുടെ പിങ്കി പറയുന്നുണ്ട്, ഞാൻ ഇനി തിരിച്ച് ആ വീട്ടിലോട്ടും പോകത്തൊന്നുമില്ല, ഞാൻ ആർക്ക് വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്, നിങ്ങളെനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്ന അങ്ങേര് എന്നെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തീർച്ചയില്ല, ഞാൻ ആഗ്രഹിച്ച പുരുഷനാണെങ്കിൽ ഇപ്പോൾ വേറൊരു അവകാശം വന്നിട്ടുണ്ട്, പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്, അവിടെ ഒരു അധികപ്പെട്ടായിട്ട് ഞാൻ ഇനി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയുകയാണ്. അപ്പോൾ പിങ്കിയുടെ അമ്മ പറയുന്നുണ്ട്, മോളിനി തിരിച്ചു പോകുമൊന്നും വേണ്ട, ഇനി അർജുൻ വന്നതിന് ശേഷം മാത്രം മോളിനി പോയാൽ മതി എന്ന് പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കുകയായിരുന്നു നമ്മുടെ പിങ്കിയുടെ അമ്മ.